ഇനി നേരെ പെരുന്നയിലേക്ക് പോകാം. പെരുന്നയിൽ സുധീഷ് ഗോപാൽ തയ്യാറാണ് വിശദാംശങ്ങൾ നൽകാനായി. കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ. NSS ജനറൽ സെക്രട്ടറി വ്യക്തമായി പ്രതികരിക്കുന്നു. എനിക്ക് തോന്നുന്നു സുധീഷ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കൗതുകം കൂടിയുണ്ട്. അപ്പം നിലപാടുകൾ കൂടി എങ്ങനെ വിലയിരുത്താം, എങ്ങനെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം? ശ്യാം, ഏറെ നാളിന് ശേഷം മാധ്യമങ്ങളുമായി പ്രതികരിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വളരെ വിശദമായി തന്നെയാണ് ഏത് വിഷയത്തിലും ചോദ്യം ചോദിച്ചോളൂ തൻ്റെ അഭിപ്രായങ്ങൾ പറയാം എന്നൊരു നിലപാടുമായി തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് SNDP മുന്നോട്ട് വെച്ച സ്വാഗതം ചെയ്യുന്ന ആ ഐക്യ നീക്കം അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി അതിൽ പ്രതികരിച്ചത്. അതിനെ എല്ലാവിധത്തിലും സ്വാഗതം ചെയ്യുന്നു, അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നതാണ്. എന്നാൽ NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ അതിൽ വീഴ്ച വരുത്താതെ, അതിൽ ചോർച്ച ഉണ്ടാവാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമദൂര സിദ്ധാന്തം തുടർന്നുകൊണ്ട് തന്നെ ഏത് സാമൂഹ്യ വിഷയത്തിലും അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയുള്ള ഒരു ഐക്യം അതാണ് NSS മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ SNDPയുമായി സഹകരിച്ചു പോകണം എന്നതാണ് താൻ വ്യക്തിപരമായും സംഘടനാപരമായും ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് NSSൻ്റെ അത് സമുദായ നേതാക്കളുമായും അത്തരത്തിലൊരു യോഗത്തിലോടുകൂടി അതിന് അംഗീകാരം ലഭിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു വലിയ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ കണ്ടത്. അതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, മുൻപ് SNDP ജനറൽ സെക്രട്ടറിയുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മോശമായി പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടിയൊന്നും നൽകിയില്ല. അതിലുപരി ആ കാര്യങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിലുപരി പലപ്പോഴും NSS SNDP ഐക്യത്തിനുള്ള പ്രധാന തടസ്സമായി നിന്നിരുന്നത് സംവരണ വിഷയമാണ്. ആ സംവരണ വിഷയം താൽക്കാലികമായി മാറ്റിവെച്ചിട്ടാണെങ്കിലും ഈ ഐക്യവുമായി മുന്നോട്ട് പോകും എന്ന ഒരു നിലപാട് തന്നെയാണ് NSS വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നത് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നതും. ആ ഒരു രീതിയിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആവശ്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറിയും രംഗത്തെത്തിയിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി തന്നെ നമുക്ക് ഈ വിഷയത്തിൽ വിലയിരുത്താം. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ വിവിധ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങളിലും NSS ജനറൽ സെക്രട്ടറി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി. അതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനങ്ങളെ, അദ്ദേഹത്തിൻ്റെ കാപട്യം, കള്ളത്തരം, കപടത ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോവില്ല എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് NSSൻ്റെ തിണ്ണയിൽ വന്നിരുന്നിട്ടുണ്ട്. 1.5 മണിക്കൂറിലധികം കാത്തിരുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ അടക്കം ചുമതലപ്പെടുത്തി VD സതീശന് വേണ്ടി അവർ സഹായം ചെയ്തു കൊടുത്തു. ആ സഹായം നേടിയ ഒരു വ്യക്തി തന്നെയാണ് ഇത്ര കണ്ട് NSSനെ അധിക്ഷേപിച്ചത്. NSSൻ്റെ നേതാക്കളെയും അതോടൊപ്പം ആ പ്രസ്ഥാനത്തെയും ഇത്ര കണ്ട് അധിക്ഷേപിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല എന്നതാണ് NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കും. VD സതീശനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കേണ്ടി വരും എന്നത് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഫലം പറവൂരിൽ ജനങ്ങൾ അത് അറിഞ്ഞു തന്നെ വോട്ട് കുത്തും എന്ന സൂചനയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പറയുന്നത്, ഈ കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രിയാകാൻ ആരും തന്നെ നിലവിൽ യോഗ്യരെന്ന് പറയാൻ കഴിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയോടെ കാട്ടുന്ന അവഗണനയെ വിമർശിക്കുന്നുമുണ്ട്. ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കോമൺ ഫാക്ടർ വന്നിരിക്കുന്നത് VD സതീശനാണ്. VD സതീശനെ 2 നേതാക്കന്മാരും കൃത്യമായി തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ശ്യാം, അതുതന്നെയാണ് VD സതീശൻ്റെ ഈ സമീപനങ്ങൾ. കാപട്യം നിറഞ്ഞ, അതായത് സമുദായ നേതാക്കളെ കാണില്ല എന്ന് പറഞ്ഞയാൾ തന്നെ എന്തിന് സിനഡ് യോഗം ചേരുമ്പോൾ അവിടെ ഇടിച്ചു കയറി ചെന്നു. ഇപ്പോൾ ഓരോയിടത്തും ഓരോ സമുദായങ്ങളുടെയും തിണ്ണ നിരങ്ങുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു തരത്തിലും വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ VD സതീശൻ യോഗ്യനല്ല എന്നും എടുത്തു പറയുകയാണ് NSS ജനറൽ സെക്രട്ടറി. ആ രീതിയിൽ VD സതീശനെതിരെയുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ആ രീതിയിൽ ഒരു തരത്തിലും
SNDPയും NSSും യോജിക്കുന്നതിനെ പോലും വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. എന്നാൽ ആ കാര്യങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നും NSS ജനറൽ സെക്രട്ടറി പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് UDFിനുള്ളിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നു എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് നൽകുമെന്നതും ഉറപ്പിച്ച് പറയുകയാണ്. എന്തായാലും രണ്ട് സമുദായ നേതാക്കളും കൃത്യമായി തന്നെ ഇവിടെ VD സതീശൻ മുന്നോട്ട് വെച്ച അപകടകരമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമൂഹത്തിലെ ഏത് തരത്തിലുള്ള വിവേചനവും ദേശീയ ഐക്യത്തിന് ഹാനികരമാണെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർക്കാരിവ ദത്താത്രേയ ഹൊസബളെ പറയുന്നു. ജാതി, മതം, വർഗം, വിഭാഗം തുടങ്ങിയ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി എല്ലാവരും ഉയർന്ന് പരസ്പര പൂരകമായി ഒരേ മനസ്സോടെ മുന്നേറുന്ന സമൂഹമാണ് സംഘം വിഭാവനം ചെയ്യുന്നത്. മാത്രമല്ല, ശതാബ്ദിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം. ശക്തവും ഏകാത്മവുമായ ഭാരതത്തിന് അടിത്തറയാണ് സാമാജിക സമരസതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഴുവൻ സമാജത്തെയും സംഘടിപ്പിച്ച് രാജ്യത്തെ പരമവൈഭവത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ആ ഉദാത്തമായ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഇങ്ങനെ എല്ലാവരെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്യുന്ന രാജ്യം മാത്രമാണ് പ്രധാനമെന്ന് 1000 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘം. പക്ഷേ RSS കേരളത്തിൻ്റെ പൊതുബോധത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു നെറേറ്റീവ് പ്രകാരം വർഗീയമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗൊക്കെ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന മുസ്ലിം ലീഗൊക്കെ ഇവിടെ മതേതരവുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിന്തിക്കുക.